ഗുഡ് ഈവനിങ്. എല്ലാവർക്കും സുഖമാണോ? ഇന്നൊരു വൈകുന്നേരം വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ വെയിൽ മാത്രമേ ഉള്ളൂ, മഴയൊന്നുമില്ല. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ഈ ചൂടത്ത് കുറച്ച് ഐസ്ക്രീം കഴിക്കാമെന്ന് വെച്ച് ഫ്രീസറിൽ നിന്ന് ഞാൻ ഐസ്ക്രീം എടുത്ത് കുറച്ച് ഇങ്ങനെ കഴിച്ച് ടേസ്റ്റ് മൂത്തത് ഓൾമോസ്റ്റ് കഴിയാനാവാനായി. ഇനിയിങ്ങനെ തന്നെ നല്ല പണി കിട്ടുന്നു മനസ്സിലായി. ഈ കലാപരിപാടി ഞാനിവിടെ അവസാനിപ്പിച്ചു. അങ്ങനെ അത് ഞാൻ എടുത്ത് ഫ്രീസറിൽ തന്നെ കൊണ്ടെടുത്ത് വെച്ചു കേട്ടോ. അല്ലെങ്കിലേ ഞാൻ ഇനിയും നല്ലോണം തടിക്കും. ഇനിയത് വേണ്ട. അങ്ങനെ പുറത്തിറങ്ങി നമ്മുടെ ചെത്തിപ്പോകുന്ന കുറച്ചൊക്കെ ഇങ്ങനെ പിച്ചിയെടുത്തു. ചുമ്മാ ഒരു രസം. ഇപ്പോൾ ഒരു കാര്യം നടക്കട്ടോ, ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു സംഭവമാണ്. ഞാനൊന്നും ശ്രദ്ധിക്കുക പോലും ഉണ്ടായിരുന്നില്ല. ഇത് ആ വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റൊരു സംഭവം അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്. അത് ആരാന്നറിയോ? ആരെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു വമ്പൻ കുഞ്ഞൻ, കാണാൻ നല്ല ക്യൂട്ടൊക്കെയാണേ. നോക്കിക്കേ, ഇവൻ്റെ പേരെന്താണെന്നറിയോ? ഒലിയാണ്ടർ ഹോക്ക് മോത്ത് എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് ചോദിച്ചത്, ചാച്ചിപ്പിട്ടിക്ക് ഞാൻ ഇതിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ളത് പറഞ്ഞു തന്നു. കണ്ടില്ലേ, ഇതിൻ്റെ മുകളിലൊരു വലിയൊരു കണ്ണ് പോലെ. ആക്ച്വലി ഇത് കണ്ണാന്ന് വിചാരിച്ചത്, കണ്ണല്ല, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പോലും അത്രയത്. ഇതിൻ്റെ മേലിങ്ങനെ ചിത്രം പോലെ കാണുന്നത്. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പുഴുവാണെന്നാണ് പറയുന്നത്. പക്ഷെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. ഇത് ഒറ്റയടിക്ക് നോക്കി അയാൾ മുഴുവൻ തിന്ന് തീർത്തു. ഭയങ്കരം തന്നെ. ഇവന് രസകരമായ ജീവിതചക്രം പറയട്ടെ. ഇതിങ്ങനെ മുട്ടയെന്ന് ഇതുപോലെ പുഴുവായിട്ട് വന്ന് പുഴു ഇങ്ങനെ ഇലകളൊക്കെ തിന്ന് ഒരു സമയമാകുമ്പോൾ ഇത് പ്യൂപ്പയായിട്ട് മാറും. അത് വിശ്രമഘട്ടമാണ്. അതിന് ശേഷം മോത്ത്, അതായത് ഇതൊരു രാത്രി ശലഭമാണ്. മോത്തായ ശേഷം ഇത് പറന്നു പോകും എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ഉള്ളിടത്തോളം കാലത്ത് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ഘട്ടം ഞാൻ കാണിച്ചു തരാം കേട്ടോ, കിട്ടുകയാണെങ്കിൽ. പക്ഷെ ഇത് കാണാൻ നല്ല ക്യൂട്ടാണ്. നോക്കി ആയാലും മുഴുവൻ തിന്ന് തീർത്തു. ഭയങ്കര ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. എന്തായാലും ഈ വമ്പൻ കുഞ്ഞിന് ഞാൻ വേറെ പേരിട്ടു കേട്ടോ, പച്ചു എന്നിട്ട് പേര്. എങ്ങനെയുണ്ട്, ക്യൂട്ടായിട്ടില്ലേ? അപ്പോൾ ഇന്നത്തെ ദിവസം, ഇനി നാളത്തെ ദിവസം ഇതിനെ കാണുമെന്നറിയില്ല. നോക്കി നോക്കെ എന്തായാലും. അപ്പം എത്രയേ ഉള്ളൂ ഇന്നത്തെ ഈവനിങ്. ഇങ്ങനെയൊക്കെ ആയിട്ട് ചെറിയ കൊച്ചു നിമിഷങ്ങൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ഒക്കെ തരുന്നൊരു ദിവസമായിരുന്നു. അപ്പോൾ ബൈ.